നമസ്കാരം. അയ്യോ സുരേന്ദ്രേട്ടാ പോകല്ലേ, അയ്യോ സുരേന്ദ്രേട്ടാ പോകല്ലേ, ഇതാണ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കേൾക്കുന്ന ഒരു ശബ്ദം. ഈ സുരേന്ദ്രേട്ടൻ എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്ന് നമുക്കറിയാം. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമാണ് എല്ലാവർക്കും എന്നെ എന്നാണ് സുരേന്ദ്രേട്ടൻ്റെ പക്ഷം. കാര്യം വേറൊന്നുമല്ല, കേന്ദ്രം പറഞ്ഞു സുരേന്ദ്ര തൽക്കാലം അവിടെ ഇരി, താങ്കൾ പോകേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ പറയാം. അപ്പോൾ അതായത് ഇപ്പം നമുക്കറിയാം, നഡ്ഡ JP നഡ്ഡ എന്ന് പറയുന്ന അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ പോവുക, എനിക്ക് വയ്യ, കാര്യം ഇത്രയൊക്കെ ആയില്ലേ, അപ്പം ഇപ്പോൾ നദ്ദയെ മാറ്റി നിർത്തണം. നദ്ദയെ മാറ്റി നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന അധ്യക്ഷന്മാർക്ക് മാറ്റം സംഭവിക്കും. അങ്ങനെ ഒരു മാറ്റം ഉടനെ കേരളത്തിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന കുറേ ശിരോമണികൾ BJPയിൽ ഉണ്ട്. ഇവരെയൊക്കെ നമുക്ക് ഒറ്റ വരിക്ക് വിമതന്മാർ എന്ന് വിളിക്കാം. തൽക്കാലം അങ്ങനെ വിളിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ അങ്ങനെ കുറേ വിമതന്മാർ ഇറങ്ങി. ആ വിമതന്മാർ ഇറങ്ങാൻ അല്ലെങ്കിൽ ഇവരൊക്കെ തലവെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹണം ബാധിക്കുന്ന സമയത്ത് ഞാഞ്ഞൂലിനും വിഷമുണ്ടാകുമെന്നൊരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. സുരേന്ദ്രൻ ഇങ്ങനെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത അപ്രമാദിത്യമുള്ള ഒരു നേതാവായിട്ട് ഇങ്ങനെ BJPയിൽ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരിക്കലും കൂനിക്കൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോകായിരുന്നു. പലയിടത്തും തോറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തൽക്കാലം മറക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് അതിനെ മറച്ചു പിടിക്കാം. അത് ശബരിമലയിൽ പോയിട്ട് ഇരുമുടിക്കെട്ട് താഴെയിട്ടതും സ്വന്തമായി ഷർട്ട് വലിച്ചു കീറിയതുമൊക്കെ പത്തനംതിട്ടയിൽ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചെടുത്തും തെറ്റി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കൊടകര കുഴൽപ്പണ കേസ് നമുക്ക് തൽക്കാലം മറക്കാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മഞ്ചേശ്വരവും പത്തനംതിട്ടയും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് പണം കടത്തി എന്ന് പറയുന്ന വിവാദവും നമുക്ക് തൽക്കാലം മറക്കാം. പക്ഷേ സുരേന്ദ്രൻ വന്നതുകൊണ്ട് ചില മെച്ചമുണ്ടായോ പാർട്ടിക്ക് എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നമ്മുടെ ഇവിടെയുള്ള പലർക്കും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും കേന്ദ്രത്തിന് അങ്ങനെ അഭിപ്രായമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നാളിതുവരെ ഇല്ലാതിരുന്ന ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJP കഴിഞ്ഞു. നേട്ടം നമ്പർ 1 സുരേന്ദ്രൻ്റെ. സുരേന്ദ്രൻ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ ഇത് പറ്റുമായിരുന്നോ? ഇല്ല. സുരേന്ദ്രൻ ഇരുന്നുകൊണ്ട് മാത്രമാണ്, സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂരിലെ സീറ്റ് BJPക്ക് കിട്ടിയത്. അതൊരു നേട്ടമല്ലേ? അല്ലേ? അതെ. ഇക്കണ്ട കാലങ്ങളിൽ അത്രയും വോട്ട് ഷെയറിങ്ങിൽ BJPക്ക് നേട്ടമുണ്ടാകിയത് അല്ലെങ്കിൽ ഉണ്ടായത് ആരിരുന്ന കാലത്താ? അതും സുരേന്ദ്രൻ ഇരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് തോറ്റു എന്നുള്ള കാരണം കൊണ്ട് സുരേന്ദ്രനെ പിടിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം ചേലക്കരയിൽ കുറച്ചെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പലയിടത്തും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സീറ്റുകളിലേക്ക് 20ഓളം സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 11ഓളം സീറ്റുകളിൽ 1ാം സ്ഥാനത്തേക്ക് അല്ലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരുടെ നേട്ടമാ? സുരേന്ദ്രേട്ടൻ്റെ നേട്ടമാ. അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി BJPയെ അക്ഷീണം വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന സുരേന്ദ്രൻ സംസ്ഥാന നേതൃപദവിയിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ഇനിയും പോട്ടെ, ഇനി മറ്റു ചില കാര്യങ്ങൾ, ഇനി വോട്ടിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി മറ്റു ചില കാര്യങ്ങൾ, പാർട്ടിയിലെ അംഗസംഖ്യ കൂടുന്നില്ലേ? ഉണ്ട്. അതും ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് വന്ന് ചാടുന്നില്ലേ? ഉണ്ട്. ഈ പ്രഭാരിയെ കൊണ്ടെന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഇല്ല. പ്രഭാരി നേരിട്ടിടപെട്ടിട്ട് എന്ത് കേസാണ് ശരിയായിട്ടുള്ളത്? ഒന്നും ശരിയായിട്ടില്ല. നമുക്കറിയാം, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് കാലുകുത്തി. ആരിരുന്ന സമയത്താണ്? സുരേന്ദ്രേട്ടൻ ഇരുന്ന സമയത്താണ്. ഇപ്പോൾ ബിപിൻ സി ബാബു, കായംകുളത്തിൻ്റെ എന്താ പറയുന്നത്, CPMൻ്റെ കില്ലാടിയായ നേതാവ്, കുറച്ചൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ അദ്ദേഹത്തിനെതിരെ വാളെടുത്തുകൊണ്ട് തെക്കുവടക്ക് അടക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അദ്ദേഹത്തിനുമെതിരെ കോടതിയിൽ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, ബിപിൻ സി ബാബു ഇപ്പോൾ എവിടെയാ? BJP പാളയത്തിലാണ്. ആര് കാരണം? അതും സുരേന്ദ്രേട്ടൻ കാരണം. അപ്പോൾ ആൾക്കാരെ മറ്റു പാർട്ടിയിൽ നിന്ന് പിടിച്ചതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ലേ? കൊണ്ടുവരുന്നുണ്ട്. പോട്ടെ, CPMൽ നിന്ന് എനിക്ക് എന്നും ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് കിടന്ന ഈ പറയുന്ന മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന CPMൻ്റെ അംഗമായിരുന്ന മധു മുല്ലശ്ശേരി ഇപ്പോൾ എവിടെയാ? BJPയിൽ. അത് ആരുടെ കഴിവാണ്? സുരേന്ദ്രേട്ടൻ്റെ കഴിവ്. അപ്പോൾ നമുക്കിതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. സുരേന്ദ്രേട്ടൻ ഒറ്റ ഒരുത്തം കാരണമാണ് പാലക്കാട് വോട്ട് കുറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, അത് ആരുടെ? അത് ശോഭാ സുരേന്ദ്രൻ കാരണമാണ്. ഇവിടെ തൃശ്ശൂർ സീറ്റ് കിട്ടിയത്, ചേലക്കരയിൽ അവിടെ കൂടിയത്, വോട്ട് ഷെയർ കൂടിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തിയത്. എന്തേ ഇവിടുത്തെ പാർട്ടി നേതാക്കൾ ഇതെല്ലാം മറന്നു പോകുന്നു? എവിടെയോ പാലക്കാട് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു പോയി.
ഒരു നോമിനിയെ നിർത്തി ജയിപ്പിക്കാൻ ശ്രമിച്ചു. ആ നോമിനിയാണെങ്കിൽ കൂപ്പുകുത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. 2ാം സ്ഥാനമൊക്കെ കിട്ടി, കാര്യം ശരിയാ, 10,000-ത്തിലധികം വോട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉടൻ തന്നെ ഒരു ചെറിയ നിസ്സാരപ്പെട്ട ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ എന്തിനാ വെറുതെ സുരേന്ദ്രേട്ടൻ്റെ മെക്കിട്ട് കയറാൻ പോകുന്നത്? സുരേന്ദ്രൻ ഒതുങ്ങുമെന്ന് കണ്ടപാടെ ദേ വരുന്നു വി മുരളീധരൻ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന്. വി മുരളീധരൻ വന്ന് അടിയോടടി, തലങ്ങും വിലങ്ങും അടി, തിരിച്ചു നിർത്തി അടി, തലയ്ക്ക് തന്നെ കൊട്ടുന്നു. ആരെ? ഈ കെ സുരേന്ദ്രൻ്റെ. അത് പറഞ്ഞ എന്താണെന്നറിയോ? ഈ വി മുരളീധരൻ പറഞ്ഞു കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരി വരും. അതെ, എനിക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, കാര്യം ഞാൻ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് പാലക്കാട് ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചത് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. എൻ്റെ പൊന്നു, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ വി മുരളീധരൻ മത്സരിച്ചിട്ട് എന്താണ് ഇവിടെ നേട്ടം ഉണ്ടാക്കിയത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ലേ, എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഈ പറയുന്ന വി മുരളീധരനാണ് എവിടെ പാലക്കാട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ക്രോഡീകരിക്കാനും കഴിയാത്തതുകൊണ്ട് അവിടെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? വി മുരളീധരൻ ഒറ്റയ്ക്ക് എന്ന ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കത്തില്ല എന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ആ കക്ഷിയാണ് ഇവിടെ പാലക്കാട് വന്ന് അല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് നമ്മുടെ സി കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചേനെ എന്ന് ഇപ്പൊ പറയാൻ വന്നു. ഇനിയിപ്പോൾ എന്താ, മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാർ വമ്പൻ നേട്ടം ഉണ്ടാക്കിയില്ലേ? ആ നേട്ടത്തിന് ആരാ കാരണക്കാരൻ? അത് നമ്മുടെ വി മുരളീധരനാണ്, നമ്മളത് മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഉറപ്പിച്ചു എന്ത്, കെ സുരേന്ദ്രന് പണി കിട്ടാൻ പോകുന്നു. അപ്പോൾ എന്താ, പാലക്കാട് വോട്ട് കുറഞ്ഞു. സി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പോയി, പടലപ്പിണക്കങ്ങളായി, അവിടുന്ന് സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസിലേക്ക് ചാടി, ഇത്രയും പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാത്തിനും ഒക്കേറ്റിനും കാരണം എന്ന് പറയുന്ന പോലെ ഒരാളുടെ മേലിലേക്ക് എല്ലാവരുടെ വളഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങി കെ സുരേന്ദ്രനെ. അപ്പോഴാണ് കേന്ദ്രം പറഞ്ഞത്, സുരേന്ദ്ര താങ്കൾ അവിടെ തന്നെ ഇന്ന് അടി കൊള്ളാൻ ഇങ്ങനെ തയ്യാറായി നിന്നോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സുരേന്ദ്രനെ ഇപ്പോൾ പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ചിലയിടത്തുനിന്ന് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മുള പൊട്ടി വന്നു. ഒന്ന് പി കെ കൃഷ്ണദാസ്, വേറൊരാൾ MT രമേശ്, പിന്നെ മറ്റൊരാൾ സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രൻ. ഇതങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ശിവരാജ് എന്ന് പറഞ്ഞ ദേശീയ കൗൺസിൽ അംഗം അവിടെ നിന്ന് കുറച്ച് കൗൺസിലർമാരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പറഞ്ഞ്, ബാബാ നമുക്കൂടെ നിൽക്കാം, നമ്മളും ചിലപ്പം പ്രസിഡന്റ് ആയാലോ എന്ന്. അവരും കൂടി. അങ്ങനെ വിമതന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം പാർട്ടിയിൽ അങ്ങോട്ട് തല്ല പൊക്കി ശക്തരായി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. MT രമേശ് പറഞ്ഞു, ഞാൻ ആയിക്കോളാം പ്രസിഡന്റ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, എനിക്കെന്താണ് അയോഗ്യത പ്രസിഡന്റ് ആകുന്നതിൽ? എനിക്ക് അങ്ങനെ യാതൊരു അയോഗ്യതയില്ല, ഞാനും വേണമെങ്കിലും ഒരു തവണ പ്രസിഡന്റ് ആവും, ഒരു ദിവസമെങ്കിലും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ. PK കൃഷ്ണദാസിന് ഒരു പണി കിട്ടി. PK കൃഷ്ണദാസ് നേരത്തെ ഒന്ന് പ്രസിഡന്റായി ഇരുന്നതാ, അധ്യക്ഷനായിരുന്നു. ഗുണപ്പെട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. ആ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെ കഴിഞ്ഞുകൂടി പോയി. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നതെന്ന് വെച്ചാൽ, എത്രയും പെട്ടെന്ന് ഈ ദേശീയ രാഷ്ട്രീയമൊക്കെ വെടിഞ്ഞ് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിശക്തനായി മാറാനിരിക്കുകയാണ് നമ്മുടെ ഗോൾഡൻ ചാൻസിൻ്റെ ഉപജ്ഞാതാവായ നമ്മുടെ PS ശ്രീധരൻപിള്ള അഡ്വക്കേറ്റ്. അദ്ദേഹത്തിനും കേരള രാഷ്ട്രീയത്തിലൊരു കണ്ണുണ്ട്. ആ സമയം നമുക്കറിയാം, PS ശ്രീധരൻപിള്ള ഇവിടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് കാലാവധി പൂർത്തിയാക്കുന്നതിനോട് പറഞ്ഞ്, അതെ മിസോറാമിലൊരു ഒഴിവുണ്ട്. എന്നതാ ഒഴിവ്? വല്ല റോഡ് റോളർ തള്ളലോ മറ്റോ ആണോ? അല്ല, അവിടെ പോയി ഗവർണറായിരിക്കുക. ഇപ്പം PS പറഞ്ഞ് സത്യത്തിൽ രണ്ടും ഒരേ പണി തന്നെയാണ്. റോളർ തള്ളുന്നതും ഈ പറയുന്ന പോലെ അവിടെ മിസോറാമിൽ പോയി ഗവർണറായിരിക്കുന്ന ഒരേപോലെയാണ്. പാവത്തിനെ പറഞ്ഞ് നേരെ മിസോറാമിലേക്ക് വിട്ടു. അവിടെ പോയി ഇപ്പോൾ കവിത എഴുത്താണ്. അത് കഴിഞ്ഞ് ഗോവയിലേക്ക് തട്ടി, അവിടെയും കവിത എഴുത്താണ്, പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. കാര്യം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെങ്കിലും ചെയ്യണ്ടേ. കുമ്മനൻജിയെ പിടിച്ചിട്ട് ഉടനെ അധ്യക്ഷനാക്കി. പാവം, ഇപ്പം ശുദ്ധനായിരുന്നു, സത്യം പറഞ്ഞാൽ ശുദ്ധനായിരുന്നു. ആ മനുഷ്യനെ എന്തൊക്കെ കോമാളി വേഷം കെട്ടിച്ചായിരുന്നു നമ്മുടെ ഇവിടുത്തെ BJP പ്രവർത്തകർ, ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് മധുവിനെ അവിടെ നാട്ടുകാർ ഒന്നടങ്കം അടിച്ച് കൊലപ്പെടുത്തി, വിശന്ന് വരുന്ന ഒരുത്തനെ. ആ സമയത്ത് പ്രതിഷേധിക്കണം, അത് ന്യായമായ രീതിയിൽ അതിനെ പ്രതിഷേധിക്കുക തന്നെ വേണം. ആ സമയത്ത് പാവം പിടിച്ച ഈ കുമ്മനഞ്ചിയെ ഒരു മാവിൻ്റെ ചുവട്ടിൽ ആരും കാണാത്ത ഏതോ പാർട്ടി ഓഫീസിൻ്റെ ഒരു മാവിൻ ചുവട്ടിൽ കൊണ്ടുവന്ന് 2 കൈയും കൂട്ടിക്കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പടമെടുക്കട്ടെ എന്ന് പറഞ്ഞ പ്രതിഷേധ പ്രവർത്തകരാണ് നമ്മുടെ BJP യുവമോർച്ചയിലൊക്കെ ഉള്ളത്. പാവം അല്ലേ, കഷ്ടം. ആ ഫോട്ടോയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നുപോയി. കുമ്മനം ജിയെ പോലെ വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിനുടമ, അതല്ലെങ്കിൽ കുറേ കാലം ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ തലപ്പത്തിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇങ്ങനെ കോലം കെട്ടിക്കണമായിരുന്നോ എന്ന് പലരും ചോദിച്ചു, വിമർശന ബുദ്ധിയാൽ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പലർക്കും ഈ BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയിലേക്ക് ഒരു നോട്ടമുണ്ട്. ശിവരാജനും നോട്ടമുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതിനാണ്
അതിനുവേണ്ടി തന്നെയാണ് കുറച്ചധികം ആൾക്കാർ ചേർന്നിട്ട് പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഓറഞ്ച് ലഡു വിതരണം ചെയ്തപ്പോൾ മേടിച്ച് കഴിച്ചത്. അപ്പോൾ പറഞ്ഞു ഓറഞ്ച് നിറമാണ് നമ്മുടെ നിറമല്ലേ, കാവി നിറത്തിലുള്ള ലഡു തന്നുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്, അല്ലാതെ ഞങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചുകൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ ആയിരുന്നു അവരുടെ ന്യായവാദങ്ങൾ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് അവർക്ക് സന്തോഷമാണ്. കാര്യം ഈ ശത്രുവിൻ്റെ ശത്രു എപ്പോഴും നമ്മുടെ മിത്രമായിരിക്കുമല്ലോ, അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. സി കൃഷ്ണകുമാറിനെ അടിക്കാൻ കിട്ടിയ വടിയൊന്നും അവർ വെറുതെ മതിലേച്ചാരി വെച്ചില്ല, എടുത്തടിക്കുക തന്നെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെക്കുറെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് മിക്കവാറും ഒരു കരുത്തനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ പി കെ കൃഷ്ണദാസ് എം ഡി രമേശും കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഒരു വലിയ ശക്തനാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു പ്രസ്താവനയും കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പല ഘടകങ്ങളും സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന് അനുകൂലമായി തന്നെ വരാനുള്ള സാധ്യതയുമുണ്ട്. കാര്യം പലരും പാർട്ടിയിലേക്ക് BJP-യിലേക്ക് ചേക്കേറുന്നുണ്ട്. ഈ പിന്നെ വേറൊരു കാര്യം, ഈ BJP-യിലേക്ക് ചേക്കേറിയവരെല്ലാം ഇപ്പം ഏത് പാർട്ടിയിലാണോ നിന്ന് ആ പാർട്ടിയിലെ വേസ്റ്റുകളായിരുന്നു എന്നുള്ള കാര്യം കൂടി BJP-യിലെ കേന്ദ്ര നേതൃത്വം ഒന്ന് ഓർത്താൽ വളരെയധികം നന്നാകും.